ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പെൻ ഹോൾഡർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. പിന്നെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലിൻ്റെ ഒഴിഞ്ഞ ബോക്സാണ്. അപ്പോൾ ഇതേ പോലത്തെ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബോക്സ് ആയാലും മതി. അപ്പോൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ കുറച്ച് സേഫ്റ്റിക്കായിട്ട് അവരൊരു കുഞ്ഞു ബോക്സും കൂടെ വെച്ചിട്ടുണ്ടാവും. കുഞ്ഞല്ല, ആ ബോക്സിൻ്റെ അത്രയും വലുപ്പത്തിലുള്ളൊരു ബോക്സും കൂടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ബോക്സും കൂടെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് വേണം ഇതുണ്ടാക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ക്ലോത്താണ്. ഞാനിവിടെ ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്. 2 പീസ് സെയിം കളറും 1 പീസ് ഡിഫറെൻറ്റ് കളറുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ ക്ലോത്ത് നമുക്ക് നമ്മുടെ ചുരിദാർ പിന്നെ സ്കേർട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി ബാലൻസ് വരുന്ന പീസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫെവിക്കോളാണ്. പിന്നെ ഒരു കട്ടറും അതേപോലെ ഒരു കത്രികയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കാർഡ്ബോർഡ് പീസ് ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പുറം ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കാർഡ്ബോർഡ് പീസിൻ്റെ മുകൾ വശം ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് വശം നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ ബോക്സിൻ്റെ ക്ലോസ് ചെയ്യുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതേപോലെ തന്നെ മറ്റേ ബോക്സിൻ്റെ പകുതിയോളം ഞാനിവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബോക്സ് ഇതേപോലെ കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ 2 ബോക്സും ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ച റെഡ് കളറ് ക്ലോത്ത് എടുത്തിട്ട് ബോക്സുകൾ കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ബോക്സിൻ്റെ മുകൾ വശത്തുള്ള ഈ അധികം വരുന്ന ക്ലോത്ത് ഇതുപോലെ 4 വശവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലേ നമുക്ക് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഒരു ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ബോക്സും ഇതേപോലെ കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പെൻ ഹോൾഡർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്ത് വെച്ച കാർഡ്ബോർഡ് പീസ് ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുത്ത ബോക്സസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബോക്സിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ബോക്സും ഇതേപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇനി ഇത് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുട്ടികളുടെ പെന്നും അതേപോലെ ഇറേസറും എല്ലാം ഇതിലിട്ട് വയ്ക്കാം. നമ്മുടെ സ്റ്റഡി ടേബിളിൽ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പെൻ ഹോൾഡറാണിത്.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ ലൈക്കും കൂടെ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്